ഹായ്, സിനിമയിലെ ലോകാത്ഭുതം അവതാർ ഫയർ ആൻഡ് ആഷ് ഇതിന്റെ തേർഡ് പാർട്ടാണ് പടത്തിന്റെ. കണ്ടു, എൻ്റെ അമ്മോ, ഒരു കിടിലം പടം. എന്താണ് ആ ഒരു വിഷ്വൽ എഫക്റ്റും പുതിയ സ്റ്റോറി ലൈനും അതുപോലെ തന്നെ ആ ഒരു 3D എഫക്റ്റും ഗംഭീരം, ഒന്നും പറയാനില്ല. കണ്ട് എൻജോയ് ചെയ്യുക. ശരിക്കും ഈ പടം ഒരു അത്ഭുതം തന്നെയാണ്, ഒരു എപ്പിക് ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. ഈ പടത്തിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആഷ് എന്ന് പറയുന്ന പുതിയൊരു ടീമിനെയാണ്. അവര് അത്യാവശ്യം നല്ല ടീമാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ അല്ല, പോസ്റ്ററിൽ നമ്മൾ കണ്ട പോലെ ഒന്നും അല്ല സംഭവം. തീ കൊളുത്തി വിട്ടിട്ടുണ്ട്, പേര് പോലെ തന്നെ. അടിപൊളിയായിട്ടുള്ള മേക്കിംഗ് ആണ് പടത്തിൻ്റെത്. സിനിമ സെക്കൻഡ് പാർട്ട് എവിടെ നിന്നാണ് അവസാനിച്ചത്, ഏകദേശം അവിടെ തന്നെയാണ് ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മേക്കിംഗ് എന്നുള്ളതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, ടോപ്പ് ക്ലാസ് മേക്കിംഗ് ആണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുതിയൊരു ആൾക്കാർ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ വിൻഡ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. അതിനകത്ത് അവരുടെ ആ ഒരു സെറ്റപ്പും ആ ഒരു കപ്പൽ പോലത്തെ സാധനവും അതിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ജീവിയെല്ലാം ഉണ്ട്. അതെല്ലാം എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നു, ആ ഇമാജിൻ ചെയ്ത സാധനം എങ്ങനെ ക്രിയേറ്റീവായിട്ട് വിഷ്വലി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നൊക്കെയാണ് ഞാൻ ഈ സിനിമ കാണുമ്പോൾ ചിന്തിച്ചത്. അത്രയ്ക്കും ഒരു വലിയൊരു പടം. എൻ്റെ അമ്മേ, നമുക്ക് ഇങ്ങനത്തെ ഒരു പടമൊന്നുമില്ലേ. ഈ അടുത്തൊരു 10-20 കൊല്ലത്തേക്കൊന്നും ഇന്ത്യൻ സിനിമയിലൊന്നും ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി പോകില്ല. നമുക്ക് ഈ ഹോളിവുഡ് പടം കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഇതെല്ലാം ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല പണിയുണ്ട്. എൻ്റെ അമ്മേ, ഗ്രേറ്റ്. നമുക്കിങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കിയിരിക്കും എന്തോ സംഭവിക്കുന്നുണ്ട്. കണ്ട് അത്ഭുതപ്പെടുക എന്നുള്ളതല്ലാതെ വേറൊന്നും ഇല്ല. പിന്നെ ഈ പടത്തിന്റെ സ്റ്റോറി ലൈൻ എന്ന് വെച്ചാൽ അറിയാലോ, എപ്പോഴും ഇമോഷൻസ്, അതായത് ലവ്, ഫാമിലി, അതുപോലെ തന്നെ ആ ഒരു നേച്ചർ, ആ ഒരു വേൾഡിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ ജീവിക്കുന്ന ആൾക്കാരും ആ പ്രകൃതിയും തമ്മിലുള്ള ഭയങ്കരമായിട്ടൊരു ബോണ്ടിങ്, അത് അവതാറിന്റെ ഓരോ പാർട്ടിലും, ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു കണക്ഷൻ ഈ തേർഡ് പാർട്ടിലും കാണിക്കുന്നുണ്ട്. അതായത് അവർ പറയുന്ന ആ ഹോളി മദർ ഉണ്ടല്ലോ, അവരുടെ ഗ്രേറ്റ് മദർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അവിടെയുള്ള എല്ലാ ജീവനുള്ള സാധനവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഇപ്പൊ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് എല്ലാം ഈ പുഴയിലുള്ള മീൻ പോലത്തെ സാധനവും ഈ പറക്കുന്ന ജീവികളും എല്ലാവരും ചേർത്താണ് ഈ അറ്റാക്കിന് വേണ്ടി വരുന്നത്. അപ്പോൾ ജീവനുള്ള ഒരു വസ്തുവിന് അതിന്റെ ചുറ്റുപാടുള്ള എല്ലാത്തുമായിട്ട് എന്താണ് കണക്റ്റഡ് ആണ്. അങ്ങനെ ജീവൻ എന്ന് പറഞ്ഞൊരു സാധനത്തിന് അത്രയും ഇമ്പോർട്ടൻസും എല്ലാ ജീവനുള്ള വസ്തുക്കളുമായിട്ട് ഈ പറയുന്ന ഈ നീല മനുഷ്യന്മാര് കണക്റ്റഡ് ആണെന്നുള്ളൊരു വലിയൊരു കോൺസെപ്റ്റാണ് ഈ സിനിമയിലും അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഈ ഒരു എന്താണ് ഭൂമിയുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ഐഡിയോളജി നമുക്ക് വർക്കാണ്. പക്ഷെ നമ്മുടെ ഒരു സ്വഭാവം കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് ഈ ലോകം കീഴടക്കണം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ആൾക്കാരെ കോൺകർ ചെയ്ത് വെക്കണം, അടക്കി ഭരിക്കണം എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയി പോയത്. ഇങ്ങനൊന്നും അല്ലാത്ത പുതിയൊരു വേൾഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. അവർ ചുറ്റുമുള്ള ജീവനുള്ള എല്ലാ വസ്തുക്കളെയും ഒരേപോലെ പരിഗണിച്ചു പോകുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്. ഒരു കോൺസെപ്റ്റ് തന്നെ ഭയങ്കര ഹെവിയാണ്. അങ്ങോട്ടേക്കാണ് ഈ മനുഷ്യന്മാർ വരുന്നത് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടും